സ്പേസ് ചാനൽ വചന വിചിന്തന വേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മംഗളവാർത്ത കാലം തുടങ്ങുന്ന ആദ്യത്തെ ഞായറാഴ്ച തിരുസഭ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായി നമ്മുടെ മുന്നിൽ വച്ചിരിക്കുന്നത് സക്രിയായ്ക്ക് ദൂതൻ പ്രത്യക്ഷപ്പെടുന്നതും സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പുമാണ്. ഇതേക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ആദ്യത്തെ ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കുട്ടിയുടെ അനുഭവമാണ് എൻ്റെ ഓർമ്മയിലേക്ക് ആദ്യം വന്നത്. ഒരു കൊച്ചുകുട്ടി അവൻ്റെ അമ്മയെ വെറുത്ത് എപ്പോഴും സംസാരിക്കുക പതിവായിരുന്നു. അത് ആ കൊച്ചു വളരും തോറും അമ്മയെ കൊല്ലണമെന്നും അമ്മയ്ക്ക് ചത്തുകൂടെ എന്നൊക്കെ പറയുന്ന ആ സ്ഥിതിവിശേഷത്തിലേക്ക് വന്നപ്പോൾ മാതൃഹൃദയം ഒരുപാട് വേദനയോടെ നിമിഷങ്ങളിലൂടെ കടന്നുപോയി. അങ്ങനെ വന്ന് ആ വേദന മാറ്റുവാനായി, അതിൻ്റെ കാരണം അന്വേഷിക്കുവാനായി പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും തുടങ്ങിയപ്പോൾ ഈ സ്ത്രീക്ക് ഒരു സത്യം മനസ്സിലായി. അവൾ ഈ കുഞ്ഞിന് ഗർഭം ധരിച്ച അവസരത്തിൽ വേണ്ട എന്ന് കൊന്നുകളയുവാനായിട്ട് ആലോചിക്കുകയും അതിന് ഡേറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്ത അമ്മയാണ്. അതിന് കാരണമുണ്ട്. അവൾക്ക് മുന്നത്തെ കുഞ്ഞിന് 1 വയസ്സ് കഴിഞ്ഞിട്ടില്ല, 2 സാമ്പത്തിക പ്രശ്നങ്ങൾ, 3 ആരോഗ്യ പ്രശ്നങ്ങൾ, ഇങ്ങനെ പല പല കാരണങ്ങളാൽ ഈ കുഞ്ഞിനെ വേണ്ട എന്ന് വെച്ച അമ്മ കാലാന്തരെ ഈ കുഞ്ഞ് വളർന്നു വന്നപ്പോൾ ഈ കുഞ്ഞിൻ്റെ മനസ്സിൽ അമ്മയ്ക്ക് വേണ്ട എന്ന ചിന്ത അതൊരു അപകർഷതാബോധമായി തീർന്ന് കുഞ്ഞിനെ എന്നെ ആർക്കും വേണ്ട എന്ന ചിന്ത വളർന്നു വന്ന് വേദനയോടെ, വെറുപ്പോടെ, വിദ്വേഷത്തോടെ മറ്റുള്ളവരെ കാണുന്ന ഈ കുഞ്ഞ് പിന്നീട് അത് അമ്മയോടുള്ള വെറുപ്പായി അമ്മയെ കൊല്ലുവാൻ ആഗ്രഹിച്ച് ഈ കുഞ്ഞ് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, അമ്മയ്ക്കുണ്ടായൊരു വികാരമാണ് ഈ കുഞ്ഞിന് ഗർഭസ്ഥാവസ്ഥയിലുണ്ടായിരുന്നപ്പോൾ തൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്ന ആ വികാരം ഈ കുഞ്ഞ് തൻ്റെ ജീവിതത്തിൽ ഒപ്പിയെടുത്തുകൊണ്ട് അറിയാതെ തന്നെ അത് പ്രതിഫലിക്കുകയായിരുന്നു ജീവിതത്തിലൂടെ. വേറൊരു കൊച്ചിനെ കുറിച്ച് ഞാൻ ഓർക്കുകയാണ്. ആ കുഞ്ഞ് ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ സമ്പന്നമായ കുടുംബത്തിൽ നിന്ന് അപ്പനും അമ്മയും ജോലി ചെയ്യുന്ന സാമ്പത്തിക ശേഷിയുള്ള നല്ല കുടുംബത്തിൽ നിന്ന് വന്ന കൊച്ചാണ്. പക്ഷേ ആ കൊച്ചിനെ കുറിച്ചുള്ള പരാതി കൂടെ പഠിക്കുന്ന എല്ലാ കുട്ടികളുടെയും നല്ല പെൻസിൽ, പേന, പുസ്തകം ഒക്കെ മോഷ്ടിക്കുന്ന ഒരു ശീലം. മാതാപിതാക്കൾ പറഞ്ഞു നോക്കി, ടീച്ചേഴ്സിന് പരാതിയായി, മറ്റു കുട്ടികളുടെ മാതാപിതാക്കൾക്ക് പരാതിയായി. അങ്ങനെ ഇവർ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഈ കൊച്ചിനെ ഒന്ന് മാറ്റിയെടുക്കാൻ പരിശ്രമിച്ചപ്പോഴാണ് സത്യം മനസ്സിലായത്. ഈ കൊച്ചിൻ്റെ അപ്പൻ എല്ലാവരിൽ നിന്ന് ഏറ്റവും നല്ല രീതിയിൽ കൈക്കൂലി വാങ്ങിക്കുന്ന ഒരപ്പനായിരുന്നു. പ്രിയമുള്ളവരെ, ഈ കുഞ്ഞിൻ്റെ ഈ ദുശീലം അപ്പൻ്റെ കൈക്കൂലിയിൽ നിന്ന് വന്നതാണെന്ന് അപ്പൻ തിരിച്ചറിഞ്ഞപ്പോൾ നല്ല പിതാവ് ഈ ശീലം മാറ്റിയപ്പോൾ ഈ കുഞ്ഞും സാവധാനം ഈ കളവ്, കൊച്ചു മോഷണങ്ങൾ നിർത്തുകയും നല്ല മിടുക്കനായ ഒരു കുഞ്ഞായി തീരുകയും ചെയ്തു. പ്രിയമുള്ളവരെ, മഹാഭാരതത്തിലെ അഭിമന്യു എന്ന് പറയുന്ന കഥാപാത്രത്തെക്കുറിച്ച് നമുക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അർജുനൻ്റെ മകനായ അഭിമന്യു യുദ്ധത്തിൽ വരുമ്പോൾ യുദ്ധതന്ത്രങ്ങൾ പഠിക്കുവാനായിട്ട് അർജുനൻ ശ്രീകൃഷ്ണനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ പത്മവ്യൂഹത്തെ ഭേദിക്കുന്നതിനെക്കുറിച്ച് ശ്രീകൃഷ്ണൻ അർജുനൻ പറഞ്ഞു കൊടുക്കുമ്പോൾ പൂർണ്ണഗർഭിണിയായ അർജുനൻ്റെ ഭാര്യ അടുത്തിരുന്ന് ചാരിയിരുന്നു കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പത്മവ്യൂഹത്തെ ഭേദിക്കുന്നതും അതിനുള്ളിൽ കയറി അവരെയൊക്കെ കൊല ചെയ്യുവാനായിട്ടുള്ള അവരെ നശിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൾ എഴുന്നേറ്റ് പോയി. ബാക്കി അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നതോ മറ്റു കാര്യങ്ങളോ അവൾ കേട്ടില്ല. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. കൗരവ പാണ്ഡവ യുദ്ധം നടക്കുന്ന സമയമായി. യുദ്ധമുഖത്ത് തൻ്റെ അച്ഛനായ അർജുനനോ അച്ഛൻ്റെ സഹോദരങ്ങളോ അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുന്നവരോ ഇല്ലാതെ പല മുഖങ്ങളിൽ പല വിഭാഗങ്ങളിൽ യുദ്ധം ചെയ്തിരിക്കുന്ന സമയത്ത് പത്മവ്യൂഹം സൃഷ്ടിച്ചുകൊണ്ട് പാണ്ഡവരുടെ പടയാളികളെ കൊന്നടക്കുന്ന സമയത്ത് പടയാളികൾ ഭയപ്പെട്ട് അഭിമന്യുവിലേക്ക് തിരിയുകയും വില്ലാളി വീരനായ അർജുനൻ്റെ മകനെ ഞങ്ങൾ രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ യുദ്ധതന്ത്രങ്ങൾ അറിയാത്ത, യുദ്ധതന്ത്രം പഠിക്കാത്ത ആ യുവാവ് യുദ്ധമുഖത്ത് ചെന്നുകൊണ്ട് ആരോ പഠിപ്പിച്ച പോലെ ആ പത്മവ്യൂഹത്തെ ഭേദിച്ചുകൊണ്ട് ഉള്ളിൽ പ്രവേശിച്ചുകൊണ്ട് യുദ്ധം വെട്ടി അവിടെ അവരെയൊക്കെ നശിപ്പിക്കുവാൻ അവന് സാധിച്ചു. പക്ഷേ അത് കഴിഞ്ഞിട്ട് അതിനപ്പുറത്ത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിൽ ബ്ലാങ്ക് ആയിരുന്നു. പ്രിയമുള്ളവരെ, ഗർഭസ്ഥ അവസ്ഥയിൽ മാതാപിതാക്കൾക്കുണ്ടാകുന്ന വികാരങ്ങൾ, അവർ മാതാപിതാക്കൾ കേൾക്കുന്നത്, വായിക്കുന്നത്, ചിന്തിക്കുന്നത് തങ്ങളുടെ മക്കൾ ഒപ്പിയെടുക്കുന്നെന്ന് അറിയണം എന്നുള്ളതാണ് എനിക്കിന്ന് നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത്.
പ്രഭാഷകൻ്റെ പുസ്തകം 1:14 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കർത്താവിൻ്റെ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണെന്ന്. ദൈവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണെന്ന്. ദൈവഭക്തി ഉള്ള ഒരു അമ്മയുടെ ഗർഭത്തിൽ ജനിക്കുന്ന കുഞ്ഞ് ദൈവഭയത്തിലും ജ്ഞാനത്തിലും വളരുമെന്ന് അവിടെ പറഞ്ഞു വയ്ക്കുകയാണ്. പ്രിയമുള്ളവരെ, ദാവീദ് രാജാവിനെ കുറിച്ച് നമുക്കറിയാം. ദാവീദ് രാജാവ് രഹസ്യത്തിൽ ചെയ്ത പാപങ്ങളെല്ലാം അവൻ്റെ മക്കൾ പരസ്യമായി ജനങ്ങളുടെ മുന്നിൽ വെച്ച് ചെയ്തുവെന്ന് നാം ദൈവജനത്തിലൂടെ കടന്നു പോകുമ്പോൾ കണ്ടുമുട്ടുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മുടെ പഴമക്കാർ പറഞ്ഞു വെച്ചത്, അമ്മ വേലി ചാടിയാൽ മക്കൾ മതിൽ ചാടുമെന്ന്. പ്രിയമുള്ളവരെ, മക്കൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന അമ്മമാരാണെങ്കിൽ, അപ്പന്മാരാണെങ്കിൽ അവരുടെ ഗർഭസ്ഥാവസ്ഥയിൽ നമ്മളൊക്കെ വളരെ കാര്യമായി നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, നല്ലത് വായിക്കുക, നല്ലത് കേൾക്കുക എന്നുള്ളത്. ഇന്നത്തെ സുവിശേഷത്തിൽ തിരിച്ചു വരുമ്പോൾ സക്കറിയ ദൂതൻ്റെ ആ നല്ല വാർത്ത കേൾക്കുമ്പോൾ സത്യത്തിൽ ഉണ്ടായത് എന്താ ഉണ്ടായത്? അദ്ദേഹത്തിന് അസ്വസ്ഥ നിറഞ്ഞ മനോഭാവമാണ് ഉണ്ടായത്. ഈ അസ്വസ്ഥ നിറഞ്ഞ മനോഭാവം ഈ കുഞ്ഞ് വളർന്ന് കുറേ കഴിയുമ്പോൾ ജീവിതത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് കടന്നു വരുന്നു, ഇതാ രക്ഷ ആഗതമായിരിക്കുന്നു, നിങ്ങളൊക്കെ മാനസാന്തരപ്പെട്ട് ആ യേശുവിലേക്ക് തിരിയുവിനെന്ന് പറയുന്നതിന് പകരം ആ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ വാർത്ത വളരെ അസ്വസ്ഥമായ രീതിയിലാണ് യോഹന്നാൻ പിന്നീട് കൊടുക്കുന്നത്. ആണലി സന്തതികളെ, ഇതാ വൃക്ഷത്തിന് കോടാലി വയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ അസ്വസ്ഥമായ ഭാഷകളിലൂടെയാണ് യോഹന്നാൻ ഇത് പകർന്നു കൊടുക്കുന്നത്. ഈ വാർത്ത കേട്ട് അതിനെ സംശയിച്ചതിൻ്റെ ഫലമായി മൂകനായി തീർന്നു. അതുപോലെ തന്നെ എലിസബത്ത് ജനങ്ങളിൽ നിന്ന് 5 മാസത്തോളം ഒളിച്ച് വീട്ടിൽ ഒതുങ്ങിക്കൂടി എന്നാണ് വചനം പറയുക. ഇത് തന്നെയല്ലേ യോഹന്നാൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്? ഇത് വ്യത്യാസമായി ഒന്നുമില്ല. ഈ മകൻ മരുഭൂമിയിലേക്ക് ഓടിച്ചെല്ലുകയും കുമ്രാൻ മലകളിൽ താമസിച്ച് ജനസമ്പർക്കമില്ലാതെ ഒളിവിൽ താമസിച്ചതായിട്ടാണ് നമ്മൾ പിന്നീട് വചനത്തിൽ കാണുക. എന്തൊരു താരതമ്യമാണ്! അപ്പനും അമ്മ മൂകമായി മൂകതയുടെ ആരോട് സംസാരിക്കാൻ സാധിക്കാതെ പോയെങ്കിൽ, അമ്മ ഒളിവിൽ താമസിച്ചുപോലെ 5 മാസം ജനസമ്പർക്കമില്ലാതെ താമസിച്ചുവെങ്കിൽ, മകൻ വർഷങ്ങളോളം ജനങ്ങളിൽ നിന്ന് മാറി, ജനങ്ങളിൽ നിന്ന് ഒളിച്ചോടി വനാന്തരങ്ങളിൽ മരുഭൂമിയിൽ ചെലവഴിച്ചു. ഇനി മാതാവ് എലിസബത്തിൻ്റെ അടുത്ത് കടന്നു വന്നപ്പോൾ എലിസബത്ത് ആ കർത്താവിൻ്റെ സാന്നിധ്യത്തെ അവിടെ തിരിച്ചറിഞ്ഞു എന്നാണ് വചനം പറയുന്നത്. എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ കാണാൻ വരുവാൻ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. ഇതേ മകൻ സ്നാപയോഹന്നാൻ അന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഗർഭസ്ഥാവസ്ഥയുടെ സ്നാപയോഹന്നാൻ കർത്താവ് പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് ആരും കർത്താവ് ദൈവപുത്രനാണ് മനസ്സിലാക്കാതിരിക്കെ വനാന്തരങ്ങളിൽ തിരിച്ചു വന്ന് മാമൂസ കൊടുക്കുന്ന കാലഘട്ടങ്ങളിൽ യേശുവിനെ കണ്ടപ്പോൾ ഇത് ദൈവത്തിൻ്റെ പുത്രനാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. പ്രിയമുള്ളവരെ, ഗർഭസ്ഥാവസ്ഥയിൽ അപ്പനും അമ്മയ്ക്കുണ്ടാകുന്ന അനുഭവങ്ങൾ, വികാര വിചാരങ്ങൾ ഒപ്പിയെടുക്കുന്ന മക്കളെക്കുറിച്ചാണ് ഇന്ന് ചിന്തിക്കേണ്ടത്. ഇനി മാതാവിൻ്റെ ജീവിതത്തിൽ അത് തന്നെയല്ലേ കാണുന്നത്? മാതാവ് മംഗളവാർത്ത കേട്ടപ്പോൾ, ഗബ്രിയേൽ ദൂതൻ ഇത് പറഞ്ഞപ്പോൾ ഇത് ഒഴിഞ്ഞു മാറുവാനാണ് പരിശ്രമം. ഞാൻ പുരുഷനറിയില്ലല്ലോ, അതുകൊണ്ട് ഒഴിഞ്ഞു മാറുവാൻ പരിശ്രമിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് കാണുന്നത് എന്താണ്? കർത്താവ് ഗെത്സമൻ തോട്ടത്തിൽ അവിടുന്ന് പിതാവെ കഴിയുമെങ്കിൽ പാനപാത്രം എന്നെ നിന്ന് എടുത്ത് മാറ്റണമേ എന്നാണ് അവിടുന്ന് പറയുന്നത്. ലൂക്ക 22 വ്യക്തമായി നമ്മൾ കാണുന്നുണ്ട്. മാതാവ് ഒഴിഞ്ഞു മാറാൻ നോക്കിയിട്ട് അവസാനം ദൈവത്തിന് ഇഷ്ടമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഇതുതന്നെയല്ലേ ആ മകനും ആ അമ്മയുടെ മകനും പറഞ്ഞത്? ജീവിതത്തിൽ നിർണായകമായ ഘട്ടമുണ്ടായപ്പോൾ, മാതാവിനെ സംബന്ധിച്ച് നിർണായകമായ ഘട്ടമാണ് ഉണ്ടായത്. കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുവാൻ, ഭർത്താവ് പറയുന്നത് ഗർഭിണിയായാൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുവാൻ സാധ്യതയിരിക്കെ ആ അവസ്ഥയിൽ പോലും കർത്താവിൻ്റെ മുന്നിൽ, കർത്താവ് നിൻ്റെ ദാസി ഞാൻ, നിൻ്റെ വചനം നിറവേറട്ടെ എന്ന് പറഞ്ഞ അതേപോലെ തന്നെ തന്നെ കൊല ചെയ്യപ്പെടുമെന്നും പടയാൾ പിടിക്കപ്പെടുമെന്നും കുരിശറിക്കപ്പെടുമെന്നുള്ള വളരെ ക്രൂഷ്യലായിട്ടുള്ള ആ നിമിഷങ്ങളിൽ മനസ്സിലാക്കിയപ്പോഴും, പിതാവിൻ്റെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ, പിതാവെ അങ്ങയുടെ ഇഷ്ടമാണെങ്കിൽ ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞ ആ മകൻ. ഇതാണ് മാതാപിതാക്കളുടെ ജീവിതത്തിലൂടെ ഒപ്പിയെടുക്കുന്ന മക്കളുടെ ജീവിതം. ഇനിയും മാതാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മാതാവ് ഈ മംഗളവാർത്ത അറിയുമ്പോൾ മാതാവ് അവിടെ നിൽക്കുകയല്ല.
പലസ്തീനയിലൂടെ മലഞ്ചെരുവിൽ ഓടിച്ചെന്നുകൊണ്ട് തൻ്റെ ഇളയമ്മയെ, വാർദ്ധക്യത്തിൽ ഗർഭിണിയായ ഇളയമ്മയെ ശുശ്രൂഷയും കടന്നു ചെന്ന് മകനോ പലസ്തീന മുഴുവൻ ഓടിച്ചടന്ന് രോഗികളെയും പാവപ്പെട്ടവരെയും വിധവകളെയും കുഞ്ഞുങ്ങളെയും പാപികളെയൊക്കെ തേടി അവരിലേക്ക് കടന്നു ചെല്ലുന്ന നല്ല ഒരു മനുഷ്യനായി അവതരിക്കുകയാണ്. പ്രിയമുള്ളവരെ, മാതാപിതാക്കളെ, ഇന്ന് ഈ മംഗളവാർത്ത കാലം നമ്മൾ ആഘോഷിക്കുമ്പോൾ, എന്ന് ആരംഭിക്കുമ്പോൾ ഓർക്കുക, കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്താൽ പോരാ, നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുവാനായിട്ട്, അവർ നല്ല ദൈവത്തിൻ്റെ മക്കളാക്കി ജന്മം കൊടുക്കുവാനായിട്ട് വലിയൊരു ആഹ്വാനമാണ് ഇന്ന് തിരുസഭ നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത്. മാതാപിതാക്കൾ എങ്ങനെയായിരിക്കുന്നുവോ അങ്ങനെ അവരുടെ മക്കളുമായിരിക്കുമെന്നും അവരുടെ ചിന്തകൾ എന്താണ്, അവരെന്താണ് വായിക്കുന്നത്, അവരെന്ത് വാർത്തകളാണ് കേൾക്കുന്നത്. അതുകൊണ്ടാണ് പണ്ടൊക്കെ ഗർഭിണികളായിരുന്ന സ്ത്രീകളോടൊക്കെ നല്ല കാര്യങ്ങളെ പറയാവൂ, മോശം കാര്യങ്ങൾ അവതരിപ്പിക്കരുത്, മരണമോ വല്ല വാർത്തകളോ ദുഃഖവാർത്തകളുണ്ടെങ്കിൽ അവിടെ പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പഴയമ്മക്കാർ ഒരുപാട് ഇതിനു വേണ്ടി ഈ ഗർഭധാരണത്തിൻ്റെ കാലഘട്ടമുണ്ടല്ലോ വളരെ മനോഹരമായി നല്ല രീതിയിൽ കാണുവാൻ ആഗ്രഹിച്ചിരുന്നു. പ്രിയമുള്ള മാതാപിതാക്കളെ, ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 33-ാം അധ്യായത്തിൽ 15 വാക്യം നമുക്ക് ഓർക്കാം. നീതിയുടെ മാർഗ്ഗത്തിൽ ചരിക്കുകയും സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, മർദ്ദനം വഴിയുള്ള നേട്ടം വെറുക്കുന്നവൻ, കൈക്കൂലി വാങ്ങാതിരിക്കാൻ കുടയുന്നവൻ, രക്തച്ചൊരിലിനെ പറ്റി കേൾക്കാതിരിക്കാൻ ചെവി പൊത്തുന്നവൻ, തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ, അവൻ ഉന്നതങ്ങളിൽ വസിക്കും. പ്രിയമുള്ള മാതാപിതാക്കളെ, നമുക്ക് ഈ വചനമനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മുടെ മക്കൾ ഭാവിയിൽ നല്ല ദൈവത്തിൻ്റെ കുഞ്ഞുമക്കളായി തീരും. ദൈവം എല്ലാ മാതാപിതാക്കളെയും ഈ ദൗത്യത്തിലേക്ക്, ഈ മഹോന്നതമായ മക്കളെ വളർത്തുന്ന, മക്കൾക്ക് മാതൃകയാകുന്ന, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന മഹനീയമായ ജീവിതത്തിലേക്ക് നയിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.